ഈ പഠിച്ചത് എഞ്ചിനീയറിംഗ്, ഈ ഫുഡിനെ പറ്റി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പഠിച്ചു? അല്ല, നമുക്കൊരു കാര്യത്തോട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് തന്നെ വന്നുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു ഫീഡിൽ ഒരു 10 വീഡിയോസ് കാണുന്നത് ഫുഡിനെ കുറിച്ചാണ്, പിന്നെ വന്നുകൊണ്ടിരിക്കുക അത് തന്നെയാണ്. അങ്ങനെ അപ്പോൾ പിന്നെ കുറേയൊക്കെ നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കുന്നത്. പിന്നെ ഈ ഫുഡിനെ പറ്റിയാണ് നമ്മുടെ ഇത് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് പോയി. അതെ, ഏറ്റവും കൂടുതൽ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ വാച്ച് ചെയ്യുന്ന ഷോസ് ഫുഡ് റിലേറ്റഡ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടം ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അപ്പൊ ഈ ഒരു ബിസിനസ് തുടങ്ങി വെച്ചു എന്ന് പറഞ്ഞില്ലേ, അതെന്തായി? അത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഫുള്ളി ഞാൻ അതിൽ ഇൻവോൾവ് അല്ല. അത് അവിടെ ഉണ്ട്. കാരണം നമ്മൾ ഈ സർവീസ് സെക്ടറാണത്. അപ്പം ഇതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ പിന്നെ ഇത് എന്താ പറയുക, നമുക്ക് ഒരു പാഷനായ കാര്യത്തിൽ നമ്മൾ പ്രൊഫഷൻ ആക്കുമ്പോൾ വി വോണ്ട് ഫീൽ ലൈക്ക് വർക്കിംഗ്. ലിറ്ററലി ഐ ആം എൻജോയിങ്. എൻ്റെ വർക്ക് ഞാനിപ്പോൾ എൻജോയ് ചെയ്യാണ്. അപ്പം ഇതിലെനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ സത്യം പറയാൻ പണിയെടുക്കുന്നില്ല. ഞാൻ അങ്ങനത്തെ എൻ്റെ മോനോട് ആരെല്ലാം ചോദിക്കുകയാണെങ്കിൽ ഉമ്മയ്ക്ക് എന്താ പണി വെച്ചാൽ ഉമ്മ ഡോക്ടറാന്ന് പറയും. അപ്പൊ അപ്പൻ എന്താ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാബാക്ക് ഒരു പണിയില്ല, എന്തെങ്കിലും പോവാ തിന്ന ഇതാണ്, ഒരു പണിയില്ല എന്ന് പറയും. അതുപോലെ അല്ല, സത്യം പറഞ്ഞാൽ എനിക്കിത് ഒരു പണിയായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ പറയുന്നത് നമ്മുടെ പാഷൻ പ്രൊഫഷൻ ആക്കുമ്പോഴുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യാന്ന് തോന്നുകയില്ല. അല്ല, അപ്പൊ ഈ പാഷൻ പ്രൊഫഷൻ ആക്കിയെങ്കിൽ പ്രൊഫഷൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ അതൊരു വേറെ ബിസിനസ് ലെവലിലേക്ക് എത്തുമോ? ഒരു റെസ്റ്റോറന്റോ ഒരു ഹോട്ടൽ ബിസിനസ്സോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടം? ഇത്ര ഫുഡിൽ ഇത്ര ഡീറ്റെയിലിംഗും പഠിച്ചിട്ട് പിന്നെ എത്രയോ എന്താ പറയുക കൺസൾട്ടന്റ് ആണ്. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ഇത്രയും അറിയുന്ന ഒരു വ്യക്തിക്ക് തുടങ്ങാൻ താല്പര്യം ഉണ്ടാവില്ല. അല്ല, അതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അതിൽ ഭയങ്കര റിസ്ക് ഫാക്ടർ ഉണ്ട്. നല്ല തലവേദനയുള്ള പരിപാടിയാണ്. പിന്നെ പണിയെടുക്കണം. നമുക്ക് ഈ നടക്കുന്ന എന്റെ അത്രയും വലിയ മടിയൻ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും. എന്റെ വീട്ടുകാർക്ക് അറിയാം. ഇപ്പൊ ഇവിടെ പ്രേക്ഷകര് മൊത്തം കേൾക്കുക. ഞങ്ങളൊക്കെ വിചാരിച്ച സാബു ഭയങ്കര ഒരു എന്താ പറയാ കഷ്ടപ്പെട്ടു, ഇത്രയും കഷ്ടപ്പെട്ടു ഇതെല്ലാം കണ്ടുപിടിച്ച് ഞങ്ങൾക്കൊക്കെ കൊണ്ട് എത്തിച്ചു തരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് കഷ്ടപ്പെടുന്ന ഒരു പയ്യനാണ്. ഒരിക്കലും അല്ല, ഭൂലോക മടിയനാണ്. അപ്പൊ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. അതൊരു പണിയായി മാറുമ്പോ ഭയങ്കര പുറകോട്ടാ. വീട്ടില് കുക്ക് ചെയ്യുക ഇല്ല, ഈ വീഡിയോക്ക് വേണ്ടി മാത്രമേ. അത്രേ ഉള്ളൂ. അപ്പൊ ഭാര്യ നല്ല കുക്കായിരിക്കും? ഇല്ല, വൈഫിന് കുക്ക് ചെയ്യാൻ അറിയില്ല. അപ്പൊ നിങ്ങൾ എല്ലാരും പട്ടിണി നടക്കോ? അല്ല, വീട്ടില് ഉമ്മയുണ്ട്. ഉമ്മയുണ്ട്. വൈഫിന് 7 to 7 ഡ്യൂട്ടിയാണ്. എന്റെ വീട്ടില് ഞാനും വൈഫും കുക്ക് ചെയ്യണം. അപ്പൊ എന്റെ സിസ്റ്ററിന് കുക്ക് ചെയ്യാൻ അറിയാം. പിന്നെ ഫാദർ കുക്ക് ചെയ്യും. ഫാദർ നന്നായിട്ട് കുക്ക് ചെയ്യും. ഗ്രാൻഡ് ഫാദർ നന്നായിട്ട് കുക്ക് ചെയ്യും. ഈ മലബാർ സൈഡില് ഉമ്മമാരും ഒക്കെ കുക്ക് ചെയ്യുന്നതും വേറെ ആര് ചെയ്താലും പറ്റില്ല. അല്ല, അത് സത്യമാണ്. ഞാൻ എപ്പോഴും പറയും, ഇന്ന് തിന്നുന്ന ഭക്ഷണം നാളെ കിട്ടുകയില്ല നമുക്ക്. അത് വേറെ പുതിയതായി മാറും. ഇങ്ങനെ മാറി 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 കളിക്കുന്ന ഒരു സ്ഥലം ആ സൈഡ് മാത്രമേ. സ്നാക്കുകളൊക്കെ കുറേ ഉണ്ട്, ഒരുപാട് സ്നാക്സ് ഉണ്ട്. അതായത് ശരിക്കും മുട്ടയും മൈദയും പഴവും തേങ്ങയും പഞ്ചസാരയും ഈ 5 സാധനം വെച്ചിട്ട് 500 സാധനം ഉണ്ടാക്കും. സത്യം. ഞാൻ എപ്പോഴും പറയും, ദൈവം തമ്പുരാൻ അറിഞ്ഞ് ആ അമ്മമാരുടെ കൈകളിൽ ഇങ്ങനെ അറിഞ്ഞ് അനുഗ്രഹം കൊടുത്തിരിക്കുന്ന ഒരു സൈഡാ അത്. മലബാറിൽ ഈ പറഞ്ഞ പോലെ ആണുങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യും. കാരണം അതിന്റെ വേറെ കാര്യം, ഇപ്പൊ എന്റെ ഫാദർ ആണെങ്കിലും ഇവരൊക്കെ എങ്ങനെ കുക്കിംഗ് പഠിക്കുന്ന വെച്ചാല് എല്ലാവരും വിദേശത്ത് പോകും. മോസ്റ്റ്ലി ഗൾഫ് കൺട്രീസിലാണ്. അങ്ങനെ അവിടുന്ന് സെൽഫ് കുക്ക് ചെയ്തിട്ട് എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കും.